ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ജനറ്റിക്സിലെ 5th മൊഡ്യൂളാണ്. ജനറ്റിക്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് സാധാരണയായിട്ട് SA ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. കഴിഞ്ഞ കൊല്ലം SA ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നു. കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം SA ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ജനറ്റിക്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് മൾട്ടിപ്പിൾ അലീലീസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം. കോഡോമിനൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, ഡോമിനൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്, റെസസീവ് എപ്പിസ്റ്റാസിസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, RH ഫാക്ടർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, ബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, അതുപോലെ തന്നെ ബോംബെ ഫീനോടൈപ്പ്. ഇത്രയും സബ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്താൽ മാത്രമേ ജനറ്റിക്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അത് നമുക്ക് പറയാം. ഈ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്നാണ് വിളിക്കുക. അത് കണ്ടുപിടിച്ചത് ഇറ്റ് വാസ് ഡിസ്കവർഡ് ബൈ കോൾ ലാൻസ്റ്റീനർ ഇൻ 1901. 1901 ലാൻസ്റ്റീനർ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്. ആ ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്നാണ്. അതാണ് ഹ്യൂമൻ ബീങ്ങിൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സാധാരണ ഹ്യൂമൻ ബീങ്ങിൽ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് കാണപ്പെടുന്നത്, അല്ലെ? ഒന്ന് A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O എന്ന് പറയും O ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? ഇത് O ഗ്രൂപ്പിനെ നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്നാണ് വിളിക്കുക. AB നെ യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്നാണ് ഒക്കെ വിളിക്കുക. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ A ഗ്രൂപ്പ് ആണെങ്കിലും B ഗ്രൂപ്പ് ആണെങ്കിലും AB ഗ്രൂപ്പ് ആണെങ്കിലും പ്രത്യേകത, ഈ ബ്ലഡ് ഗ്രൂപ്പ് ABO എന്നൊക്കെ ആക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താ മനസ്സിലാക്കാം. നമ്മുടെ ബ്ലഡിലെ RBC, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് കോർപ്പസൽസ് എടുത്താൽ അതിന്റെ സെൽ മെംബ്രെയിന്റെ മേലെ ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്. ആ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ആന്റിജൻ ആണ്. ഗ്ലൈക്കോപ്രോട്ടീൻ അല്ലെ, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വെച്ചുണ്ടാക്കിയ ഒരു കോമ്പൗണ്ട് ആണ്. അതൊരു ആന്റിജൻ ആണ്. ആ ഗ്ലൈക്കോപ്രോട്ടീൻ ആയ ഒരു ആന്റിജൻ ആണ്. ആ ആന്റിജൻ ഒരു RBCന്റെ മേലുള്ള ആ ആന്റിജൻ A എന്ന് പറയുന്ന ആന്റിജൻ ആണെങ്കിൽ ആ ബ്ലഡ് ഏതായിരിക്കും? A ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ആ RBCന്റെ മേലുള്ള ഈ ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്ന ആന്റിജൻ B ആണെങ്കിൽ അതെന്തായിരിക്കും? B ഗ്രൂപ്പ് ആയിരിക്കും. ചില RBCന്റെ മേലെ ആന്റിജൻ A എന്ന് പറഞ്ഞതും ഉണ്ടാവും, ആന്റിജൻ B എന്ന് പറഞ്ഞ 2 ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് എന്താ പറയാ? AB ഗ്രൂപ്പ് ആയി മാറുക. എന്നാൽ ചില RBCന്റെ മേലെ ആന്റിജൻ Aയും ഉണ്ടാകില്ല, ആന്റിജൻ B ഉണ്ടാവില്ല, ആന്റിജൻ കംപ്ലീറ്റ് ആയിട്ട് ആബ്സെന്റ് ആയിരിക്കും. അങ്ങനത്തെ ഗ്രൂപ്പാണ് O ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി പറയാം, ഈ ആന്റിജൻ Aയും ആന്റിജൻ ബീനെയൊക്കെ കോഡ് ചെയ്യുന്ന ജീനുകളുണ്ട്, കോഡ് ചെയ്യുന്ന ജീനുണ്ട്. ആ ജീന് സാധാരണഗതിയിൽ എല്ലാ ക്യാരക്ടറിനും കൺട്രോൾ ചെയ്യാൻ ഒരു ജീനിനെ എല്ലാ ക്യാരക്ടറിനും കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ടാവും. സാധാരണ ഒരു ജീനിന് 2 അലീലാണ് ഉണ്ടാവുക. സാധാരണ ഒരു ജീനിന് 2 അലീലാണ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റിന്റെ ഹൈറ്റിന്റെ കേസിലാണ് ക്യാപിറ്റൽ T, ടോള്, സ്മോൾ T, ഡോർഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ തീരുമാനിക്കാൻ ജീൻ എടുത്താൽ അതിന് 3 അലീലുണ്ട്. അതായത് ഇവിടെ ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ എടുത്ത 3 അലീലുണ്ട് എന്നർത്ഥം. അതിൽ ഒന്നാണ് IA എന്ന് പറയുന്ന അലീൽ. അതാണ് ആന്റിജൻ എനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 IB എന്ന് പറഞ്ഞ അലീലുണ്ട്. അതാണ് ആന്റിജൻ ബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ I0 അല്ലെങ്കിൽ സ്മോൾ I എന്നൊക്കെ പറയും. അത് ആന്റിജൻ എനെയും പ്രൊഡ്യൂസ് ചെയ്യില്ല, ആന്റിജൻ ബിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം, ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾക്ക് 3 അലീലുണ്ട്. സാധാരണ ഒരു ജീനിനെ റെപ്രസെന്റ് ചെയ്യാൻ 2-ലധികം അലീൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൾട്ടിപ്പിൾ അലീലിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ അവിടെ ആന്റിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കോഡ് ചെയ്യുന്ന ജീന് മൾട്ടിപ്പിൾ അലീലിസത്തിന് എക്സാമ്പിൾ ആണ്. അതൊരു പോയിന്റ് ആണ്. ഇവിടെ 3 അലീലുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. A ഗ്രൂപ്പ് എടുത്താൽ അവിടെ എന്താ ഉള്ളത്? ആന്റിജൻ A ഉണ്ട്. എവിടെ ആന്റിജൻ ഉള്ളത്? ആ ബ്ലഡ് ഗ്രൂപ്പിലെ ബ്ലഡിലെ RBCന്റെ മെമ്പറൈന്റെ മേലെ. ആ ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ ആ ബ്ലഡിലെ ഒരു പാർട്ടാണ് ബ്ലഡിന്റെ സീറം, അല്ലെ? ആ ബ്ലഡ് സീറം എടുത്താൽ, അല്ലെ, അതിന്റെ പ്ലാസ്മ, സീറം എടുത്തു കഴിഞ്ഞാല് ആ ബ്ലഡ് സീറത്തിൽ ആരും ഉണ്ട്? ആന്റിബോഡി B ഉണ്ട്. A ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ അതിന് ആന്റിബോഡി B ഉണ്ട്, ആന്റിജൻ A ഉണ്ട്. എന്നാൽ B ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ അതിന് ആന്റിജൻ B ഉണ്ട് RBCന്റെ മേലെ, അതുപോലെ ആന്റിബോഡി B ഉണ്ട് അതിന്റെ ബ്ലഡ് സീറത്തിൽ. ഇനി AB എടുത്താലോ, അതിൽ ആന്റിജൻ Aയും ഉണ്ട്, ആന്റിജൻ Bയും ഉണ്ട് RBCന്റെ മേലെ.
അത് എന്തില്ല, ആന്റിബോഡി എയും ഇല്ല, ആന്റിബോഡി ബിയും ഇല്ല. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഒ ഗ്രൂപ്പ് എടുത്താലോ, അതിൽ ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും ഇല്ല. അതുകൊണ്ട് യൂണിവേഴ്സൽ ആക്സെപ്റ്റർ ആണ്, സോറി യൂണിവേഴ്സൽ ഡോണർ ആണ്, യൂണിവേഴ്സൽ ഡോണർ. പക്ഷെ അതിന് എന്തുണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ഇനി എന്താണ് ഈ ആന്റിജന്റെ റോള്? ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് എടുത്താൽ അതിൽ ആന്റിജൻ എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആന്റിബോഡിന്റെ റോൾ എന്താണ്? ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാള് ബി ബ്ലഡ് ഗ്രൂപ്പിന് റിസീവ് ചെയ്യാം, എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ബി ബ്ലഡ് ഗ്രൂപ്പ് വാങ്ങാണ്. അപ്പൊ എന്താ സംഭവിക്കുക? എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളെ ബ്ലഡിലേക്ക് എന്ത് വരികയാണ്, ബി ബ്ലഡ് ഗ്രൂപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ ആർബിസില് ആന്റിജൻ ബി ഉണ്ട് അല്ലേ. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പിന്റെ സീറത്തിൽ എന്താ ഉള്ളത്, ആന്റിബോഡി ബി ഇല്ലേ. ആന്റിബോഡി ബി ആരുമായി റിയാക്ട് ചെയ്യും, ആന്റിജൻ ബിയുമായി റിയാക്ട് ചെയ്യുമ്പോൾ അഗ്ലൂട്ടിനേഷൻ, ബ്ലഡ് ക്ലോട്ട് സംഭവിക്കും. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തുണ്ട്, ആന്റിബോഡി ബി ഉണ്ട്. അത് എന്തിനാണ്, വേറെ ബ്ലഡ് ബി ബ്ലഡ് ഗ്രൂപ്പ് വരുമ്പോൾ അത് മാച്ച് ആവില്ല, അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, എ ബി എടുത്തു നോക്കിയേ, അതിൽ ആന്റിബോഡി എയും ഇല്ല, ആന്റിബോഡി ബിയും ഇല്ല. അതുകൊണ്ട് എ ഗ്രൂപ്പും വാങ്ങാം, ബി ഗ്രൂപ്പും വാങ്ങാം. കാരണം അതിന് എ ഗ്രൂപ്പ് വന്നാലും ബി ഗ്രൂപ്പ് വന്നാലും എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആരില്ല, ആന്റിബോഡി ഇല്ല. അതുകൊണ്ട് അതിനെ യൂണിവേഴ്സൽ ആക്സെപ്റ്റർ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഓരോ യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്നത്? ഓ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തില്ല, ആന്റിജൻ എയും ഇല്ല, ആന്റിജൻ ബിയും ഇല്ല. അപ്പൊ ആരിലേക്ക് ആ ബ്ലഡ് കൊടുത്താലും ആന്റിജൻ എയും ആന്റിജൻ ബിയും ഇല്ലാതെ ബ്ലഡ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുക, ആര് വേണമെങ്കിലും അതിനെ വാങ്ങും, ആർക്കും അതിനെ റെസിസ്റ്റ് റിപ്പൽ ചെയ്യൂല. കാരണം ആന്റിജൻ ഉണ്ടെങ്കിലല്ലേ റിപ്പൽ ചെയ്യുള്ളൂ. ഓ ഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ല, അതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. ഓക്കെ, അതാണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ബേസിക്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് RH ഫാക്ടർ? നമ്മളൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് പറയുമ്പോൾ എ എന്നല്ല പറയാം, എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്, എ ബി നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഫാക്ടർ പറയാറുണ്ട് അല്ലെ. അതിനാണ് നമ്മൾ RH ഫാക്ടർ എന്നാ പറയാം. അതിന്റെ ഫുൾ ഫോം റീസസ് ഫാക്ടർ എന്നാണ്. അത് ശരിക്കും ഒരു പ്രോട്ടീൻ ആണ്. അതും RBCന്റെ സെൽ മെംബ്രെയിന്റെ, RBC എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെല്ലിന്റെ മെംബ്രെയിന്റെ മേലെ തന്നെയാണ് കാണാം. അത് ആദ്യമായി കണ്ടുപിടിച്ചത് റീസസ് മങ്കീസിലാണ്. അതുകൊണ്ടാണ് റീസസ് ഫാക്ടർ എന്ന് പേര് പഠിച്ചത്. ഓക്കെ, ഇപ്പൊ ഒരാൾ RBCന്റെ മേലെ ഈ റീസസ് ഫാക്ടർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കും, RH പോസിറ്റീവ് ആണ് എന്ന് പറയും. ഒരാൾ RBCന്റെ മേലെ റീസസ് ഫാക്ടർ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, RH നെഗറ്റീവ് എന്ന് വിളിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ RBCന്റെ മേലെ ആന്റിജൻ എയും ഉണ്ട്, റീസസ് ഫാക്ടറും ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും, എന്താ എ പോസിറ്റീവ്. ഒരാൾ RBCന്റെ മേലെ ആന്റിജൻ ബിയും ഉണ്ട്, റീസസ് ഫാക്ടറും ഉണ്ട്, നമ്മൾ എന്ത് പറയും, ബി പോസിറ്റീവ്. ഒരാളെ മെംബ്രെയിന്റെ മേലെ ആന്റിജൻ ഇല്ല, റീസസ് ഫാക്ടർ ഉണ്ട്, അപ്പൊ എന്താ വിളിക്കുക, ഓ പോസിറ്റീവ്, അങ്ങനെ വിളിക്കും. കണ്ടോ, ഈ ഒരാളെ ബ്ലഡ് ഗ്രൂപ്പ്, ഒരാൾ RBCന്റെ മേലെ ആന്റിജൻ എ ഉണ്ട്, റീസസ് ഫാക്ടർ ഇല്ല, അപ്പൊ എ നെഗറ്റീവ്. ആന്റിജൻ ബി ഉണ്ട്, റീസസ് ഫാക്ടർ ഇല്ല, ബി നെഗറ്റീവ്. ആന്റിജൻ ഒന്നുമില്ല, റീസസ് ഫാക്ടറും ഇല്ല, അപ്പൊ എന്താ വിളിക്കാം, ഓ നെഗറ്റീവ്, അങ്ങനെ വിളിക്കും. കണ്ടോ, അതാണ് ഫാക്ട്. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്താൽ ഏകദേശം 85% കേസിലും RH പോസിറ്റീവ് ആണ്, റീസസ് ഫാക്ടർ കാണപ്പെടാറുണ്ട് വരെ RBCന്റെ മേലെ. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. എന്താണ് RH ഇൻകോമ്പാറ്റിബിലിറ്റി? അതുപോലെ അതുമായി അസോസിയേറ്റ് എന്തെല്ലാം ഡിസീസ് ആണ് വരുന്നത് നോക്കാം. RH ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാല് അത് മിസ്മാച്ചിങ് ആണ്. ഉദാഹരണം, സാധാരണയായിട്ട് ഈ ഇൻകോമ്പാറ്റിബിലിറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടല് ഫീമെയിൽസിലാണ്. അതെന്താ വെച്ചാല് ഒരു ഫീമെയിൽ ഇപ്പൊ RH നെഗറ്റീവ് ആയ, ബ്ലഡ് ഗ്രൂപ്പ് ഏതും ആയിക്കോട്ടെ, RH നെഗറ്റീവ് ആയ ഫീമെയിൽ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഡയഗ്രാം കാണാം, താഴെ ഡയഗ്രാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ RH നെഗറ്റീവ് ആയ ഫീമെയിൽ ആരുമായിട്ടാണ് മെയ്റ്റ് ചെയ്യണത്, RH പോസിറ്റീവ് ആയ മെയിലുമായിട്ടാണ് മെയ്റ്റ് ചെയ്യുന്നത്. ഇവർ പേശീണകളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അപ്പൊ അവർക്കൊരു കുഞ്ഞുണ്ടായി. അപ്പൊ ഈ ഫീമെയിൽ പ്രഗ്നന്റ് ആയ സമയത്ത് RH നെഗറ്റീവ് ആയ ഫീമെയിൽ ആണ്, അച്ഛനല്ല RH പോസിറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഈ ഫീമെയിൽ പ്രഗ്നന്റ് ആയ സമയത്ത് ഈ ഫീമെയിലിന്റെ ബോഡിന്റെ അകത്തുള്ള കുഞ്ഞ് RH പോസിറ്റീവ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പം ഈ കുഞ്ഞിന്റെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായി കോണ്ടാക്ട് വരുമ്പോൾ RH പോസിറ്റീവ് ആയ ബ്ലഡ്, അതായത് RH പ്രോട്ടീൻ ഉള്ള ബ്ലഡ് RH നെഗറ്റീവ് ഉള്ള അമ്മയുടെ ബ്ലഡുമായി കോണ്ടാക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫോറിൻ ബോഡിയാണ്, ആന്റിജൻ ആണ്, ഒരു ഫോറിൻ ബോഡിയാണ് ഈ RH ഫാക്ടർ, അമ്മയിലില്ല.
അപ്പൊ അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെതിരെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ? അതാണ് ഇവിടെ 1, 2, 3, 4 ഇവിടെ കണ്ടോ? അതിന്റെ കേഴ്സർ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ എഴുതി വായിച്ചൊക്കെയാണ്. കണ്ടോ? അങ്ങനെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ ആന്റിജൻ ആന്റിബോഡി RH ഫാക്ടർ എന്ന് പറയുന്ന ആന്റിജനും ഈ അമ്മയുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡിയും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്, അതുപോലെ തന്നെ അതിനാണ് ക്ലോട്ടിങ്, അതിനാണ് നമ്മൾ എന്താ പറയാ, അതുപോലെ RBCന്റെ ബ്രേക്കേജ് ഒക്കെ നടക്കും. അതിനാണ് നമ്മൾ അനീമിയ എന്ന് പറയാം. ബ്ലഡ് RBCകളൊക്കെ മെല്ലെ 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 പൊട്ടി പോവും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ കേസിൽ എന്തൊക്കെ സംഭവിക്കാന്ന് വെച്ചാൽ മനസ്സിലാക്കാം. മിസ്കാരിയേജ് കണ്ടോ? ഫസ്റ്റ് ലൈൻ നോക്കിയേ, മിസ്കാരിയേജ് കണ്ടോ? കുഞ്ഞില്ലാതാകാം. കണ്ടോ? അതുപോലെ തന്നെ അമ്മയുടെ സ്റ്റൊമക്കിന് ധാരാളം ഇഞ്ചുറീസ് വരാം, ബ്ലീഡിങ് വരാം. കണ്ടോ? ഓക്കെ, ഇങ്ങനത്തെ സാധ്യതകളെല്ലാം ഉണ്ട്. കണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻകോമ്പാക്ടിബിലിറ്റി അമ്മയിലുണ്ടോ, കേസിൽ പ്രഗ്നൻസി കണ്ടീഷനിലെ സിറ്റുവേഷനിൽ അമ്മയിലുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അമ്നിയോസെന്റസിസ്, കോറിയോണിക് വില്ല സാമ്പിളിംഗ് എന്ന് പറയുന്ന ടെക്നോളജി യൂസിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മെല്ലെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനത്തെ കേസിൽ സാധാരണ സിസേറിയൻ രൂപത്തിലൊക്കെയാണ് കുഞ്ഞിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പുറത്തെടുക്കുക, അല്ലെങ്കിൽ നോർമൽ ഡെലിവറിയും വരാറുണ്ട്. ഇങ്ങനത്തെ കേസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന വെച്ചാൽ മനസ്സിലാക്കുക. ആദ്യം തന്നെ നോർമൽ കണ്ടീഷനിൽ ഒരു പ്രഗ്നന്റ് ആയ ഫീമെയിൽ വുമൻസിലാണെങ്കിൽ ആദ്യം തന്നെ നോർമൽ ഫസ്റ്റ് പീരീഡിൽ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? RH ടെസ്റ്റും കൂടി ചെയ്യും. അങ്ങനെ RH ടെസ്റ്റിൽ RH നെഗറ്റീവ് ആണ് അമ്മ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? ആന്റിബോഡി സ്ക്രീനിങ്, RH ആന്റിബോഡി സ്ക്രീനിങ് ടെസ്റ്റ് നടത്തും. അതായത് അമ്മയുടെ ബ്ലഡിൽ RH ആന്റിബോഡി ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അമ്മേന്റെ കുഞ്ഞ് എന്താവും? RH പോസിറ്റീവ് ആയിരിക്കും അല്ലെ? അപ്പോഴല്ലേ ആന്റിബോഡി ഉണ്ടാവുള്ളൂ. അങ്ങനെ ആന്റിബോഡി ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? RH ആന്റിബോഡി സ്ക്രീനിങ് പോസിറ്റീവ് ആണ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് ആന്റിബോഡി പ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി RH ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻജെക്ട് കൊടുക്കുക. RH ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്തിനു വേണ്ടിയിട്ടാണ്? RH ആന്റിബോഡി പ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇനി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഫലമായി ആന്റിബോഡി ഉണ്ടായിട്ട് ആ കുഞ്ഞിന് എന്തുവരെ ഡെത്ത് വരെ സംഭവിക്കും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നാണ് ആ കണ്ടീഷനെ വിളിക്കുക. എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയും. അല്ലെങ്കിൽ അത് RH റിലേറ്റഡ് അനീമിയാണ്. RH ഫാക്ടർ റിലേറ്റഡ് അനീമിക് കണ്ടീഷൻ എന്നാണ് പറയാ. അതിന്റെ സയന്റിഫിക് ടേം ആണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഈ RH ഫാക്ടറുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇനി നമ്മൾ അടുത്ത് പറയേണ്ട കാര്യം ബോംബെ ഫീനോടൈപ്പ് ആണ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട് അല്ലെ? എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരാൻ നോക്കാം അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞു 3 അലീൽ ഉണ്ട് അല്ലെ? IA, IB, I0. IA എന്ന് പറഞ്ഞാല് എ ഗ്രൂപ്പിനെ കോഡ് ചെയ്യും, IB എന്ന് പറഞ്ഞാൽ ബി ഗ്രൂപ്പിനെ കോഡ് ചെയ്യും, I0 സ്മോൾ ആണ്. ഇവിടെ IA I0യും ഒരുമിച്ച് വന്നാൽ IA ഡോമിനന്റ് ആണ്, I0 റെസസീവ് ആണ്. IBയും I0യും ഒരുമിച്ച് വന്നാലും അവിടെ IB ഡോമിനന്റ് ആണ്, I0 റെസസീവ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ IA ഈസ് ഡോമിനന്റ് ഓവർ I0, IB ഈസ് ഡോമിനന്റ് ഓവർ I0 അല്ലെ? അപ്പൊ IAയും IBയും I0യുടെ മേലെ ഡോമിനൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് കാണിക്കുന്നുണ്ട്. എന്നാൽ IAയും IBയും ഒരുമിച്ച് വന്നാലോ? രണ്ടും ഡോമിനന്റ് അല്ല, രണ്ടും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യും ഒരേ അളവിൽ. അതിനാണ് കോ ഡോമിനൻസ് പറയാ. 2 അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ രണ്ടും ഒരേ അളവിൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് കോ ഡോമിനൻസ് പറയാ. അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിലെ അലീലുകൾ ഡോമിനൻസ് കാണിക്കുന്നുണ്ട്, കോ ഡോമിനൻസും കാണിക്കുന്നു. ഡോമിനൻസ് ആരാ കാണിക്കുന്നത്? IAയും I0യും തമ്മിൽ, IBയും I0യും തമ്മിൽ. കോ ഡോമിനൻസ് ആരാ കാണിക്കുന്നത്? IAയും IBയും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ IA വന്നാലും IA I0 വന്നാലും A ആണ്. അതുപോലെ IB എന്ന് വന്നാലും IB I0 എന്ന് വന്നാലും B ആണ്. എന്നാൽ IA IB എന്ന് വന്നാൽ എന്താണ്? AB ആണ്. അതുപോലെ തന്നെ I0 എന്ന് വന്നാലും എന്താണ്? O ആണ്. പക്ഷെ ചില റയർ കേസ് ഉണ്ട്. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോണ ബോംബെ ഫീനോടൈപ്പ്. ചില റയർ കേസിൽ IA വന്നാലും, IA സ്മോൾ I വന്നാലും, IB വന്നാലും, IB സ്മോൾ I വന്നാലും, IA IB വന്നാലും, എല്ലാം വന്നാലും ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? O ആയിരിക്കും. അങ്ങനത്തെ റയർ കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോംബെ ഫീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. അത് ആദ്യമായി കണ്ടെത്തിയത് ഇപ്പം പേരിട്ട് വിളിക്കുന്ന മുംബൈ അഥവാ പണ്ടത്തെ ബോംബെയിലാണ്. അതിന്റെ റേഷ്യോ
10,000 ആളുകളിൽ ഒരാൾക്കാണ് സാധാരണ അത് കാണപ്പെടാറ്. ഓക്കെ, അതുകൊണ്ടാണ് എന്റെ ബോംബെ ഫീനോടൈപ്പ് എന്ന് വിളിച്ചത്. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്.